കാസർഗോഡ് വധശ്രമ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി കോവിഡ് കെയർ സെന്ററിൽ കഴിയുന്നതിനിടെ രക്ഷപ്പെട്ട പ്രതി 4 വർഷത്തിന് ശേഷം അറസ്റ്റിൽ. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആദം ഖാനാണ് അറസ്റ്റിലായത്. കൈക്കമ്പയിലെ വീട്ടിൽ വന്ന വിവരമറിഞ്ഞ് വീട് വളഞ്ഞ് സാഹസികമായാണ് ആദം ഖാനെ പോലീസ് പിടികൂടിയത്. വധശ്രമത്തിനു പുറമെ നിരവധി കേസുകളിലും ഇയാൾ പ്രതിയാണ്. കോവിഡ് മഹാമാരി കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലത്ത് വധശ്രമ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി നീലേശ്വരം പടന്നക്കാട് കോവിഡ് കെയർ സെന്ററിൽ പ്രവേശിപ്പിച്ച ആദം ഖാൻ 2020 സെപ്റ്റംബർ 29 രാത്രിയിലാണ് ഇവിടെ നിന്നും പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെട്ടത്. മുസ്ലിം ലീഗ് പ്രവർത്തകനായ ഉപ്പളയിലെ മുസ്തഫയെ 2019 ഡിസംബർ 26 വധിക്കുവാൻ ശ്രമിച്ചുവെന്ന കേസിൽ ഉൾപ്പെട്ടയാളായിരുന്നു ആദം ഖാൻ. കൊലപാതക ശ്രമത്തിനു ശേഷം ആദം ഖാനും കൂട്ടാളി നൌഷാദും രക്ഷപ്പെട്ടിരുന്നു. കാസർഗോഡ് ഡിവൈഎസ്പി ആയിരുന്ന പി ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവരുടെ ഒളിത്താവളം കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് കോടതി നടപടികൾക്ക് ശേഷം ആദം ഖാനെ കോവിഡ് കെയർ സെന്ററിൽ പാർപ്പിക്കുകയായിരുന്നു. കോവിഡ് കെയർ സെന്ററിന്റെ 2ാം നിലയിലെ ജനൽ വഴി താഴെയിറങ്ങിയാണ് പ്രതി രക്ഷപ്പെട്ടത്. ഇതിനുശേഷം ഇയാളെ കണ്ടെത്തുവാനും പിടികൂടുവാനുമായി പോലീസ് വ്യാപക തെരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും പിടികൂടുവാനായിരുന്നില്ല. കോവിഡ് കെയർ സെന്ററിൽ നിന്നും രക്ഷപ്പെട്ട ശേഷം കർണാടക, കേരളം, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞതിനു ശേഷം കേരളത്തിലെ ചില കേന്ദ്രങ്ങളിലും ഇയാൾ ഒളിവിൽ താമസിച്ചിരുന്നു. ഈ 3 സംസ്ഥാനങ്ങളിലായി വധശ്രമം, മോഷണം, കഞ്ചാവ് വിൽപ്പന തുടങ്ങിയ നിരവധി കേസുകൾ ആദം ഖാന്റെ പേരിലുണ്ട്. പല കേസുകളിലും ഇയാൾക്ക് വാറണ്ടുമുണ്ട്. വർഷങ്ങളായി പോലീസ് തേടിക്കൊണ്ടിരുന്ന പ്രതി ചൊവ്വാഴ്ച രഹസ്യമായി കൈക്കമ്പയിലെ വീട്ടിൽ വന്ന വിവരമറിഞ്ഞ് വീട് വളഞ്ഞാണ് സാഹസികമായി പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവി ഡി ശില്പയുടെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ഡിവൈഎസ്പി CK സുനിൽകുമാർ, മഞ്ചേശ്വരം ഇൻസ്പെക്ടർ അനൂപ് കുമാർ, SI രതീഷ് ഗോപി, CPOമാരായ വിജയൻ, KM അനീഷ് കുമാർ, M സന്ദീപ്, CH ഭക്തശൈൽവൻ എന്നിവർ ചേർന്നാണ് ആദം ഖാനെ പിടികൂടിയത്. പ്രതിയെ ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കുകയും കോടതി ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അബ്ദുൽ റഹ്മാൻ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.